ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിൻഹാസ് വേൾഡ്. ഞാനിത് ഒരു ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഗീ ഉണ്ടാക്കുന്നത് പോലെ തന്നെ 20 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച പാലിന്റെ പാടിയാണ്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ് മുഴുവനായിട്ട്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട്. അത് ഞാൻ പൊടിച്ചു. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടറും ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് ഐസ് വാട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് മിക്സിയിലടിക്കാം. ഏകദേശം 2 മിനിറ്റോളം മീഡിയം സ്പീഡിലാണ് ഞാനിത് അടിച്ചത്. അപ്പോൾ ഈ പരുവത്തിലാണ് കാണുക. ഇനി കുറച്ച് നമുക്ക് ഹൈ സ്പീഡിൽ കുറച്ച് വെള്ളം ഐസ് വാട്ടറും കൂടി 1/2 ഗ്ലാസ് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് ഹൈ സ്പീഡിൽ അടിച്ച് നോക്കാം. ഇത് വീണ്ടും ഹൈ സ്പീഡിൽ 2 മിനിറ്റോളം അടിച്ചു. നമുക്കിത് നോക്കാം ബട്ടറായിട്ട്. ഈ 2 പാത്രത്തിൽ നമുക്കിനി ഐസ് വാട്ടർ ഒഴിച്ചു നോക്കാം. ഞാനിപ്പോ ഇത് മുഴുവനായിട്ട് ബട്ടർ മുഴുവനായിട്ട് ഐസ് വാട്ടറിൽ ഇട്ടു. ഇത് നമുക്ക് മോരായിട്ട് ഉപയോഗിക്കാം. ഈ ഐസ് വാട്ടറിൽ ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഞാൻ ഇത് മുഴുവനായിട്ട് കഴുകിയെടുത്തു. ഇനി ഈ വെള്ളത്തിൽ കൂടി കഴുകിയെടുക്കുകയാണ്. പാലിന്റെ അംശം മുഴുവനായിട്ട് മാറണം, ഇല്ലെങ്കിൽ ഇത് കേടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിത് കഴുകിയെടുത്തു. ഇതിങ്ങനെ പിഴിഞ്ഞ് വെള്ളം മുഴുവനും കളയണം. പാലിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് കേടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സാൾട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഞാനിതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ്. ഫ്രിഡ്ജിൽ ചില്ലറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ബട്ടർ റെഡി.
നിങ്ങൾ ഉപ്പ് ചേർക്കാതെയാണ് ബട്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് കേടാവുകയാണെങ്കിൽ മെൽറ്റ് ചെയ്താൽ വേസ്റ്റ് ആവില്ല. അത് മെൽറ്റ് ചെയ്താൽ ഗീ ആക്കി മാറ്റാവുന്നതാണ്.